ഇടുക്കി മറയൂരിലെ വനവാസികളുടെ പരമ്പരാഗത പാത സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയ സംഭവത്തിൽ നടപടി. പരമ്പരാഗത പാത വനവാസികൾക്ക് തുറന്നു നൽകും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ പാത മണ്ണിട്ട് മൂടിയ ജോൺസന് കഴിഞ്ഞില്ല. പാത തുറക്കാനുള്ള നടപടികൾ മറയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ജനം TV വാർത്തകൾക്ക് പിന്നാലെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, നമ്മൾ നൽകിയ നിരവധി വാർത്തകളിലൂടെ കൃത്യമായൊരു നടപടി ഉണ്ടാവുകയാണ്. വനവാസികൾക്ക് ആ ഒരു പാത തുറന്നു നൽകിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മറയൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലുള്ള കരിമെട്ടിക്കുടി എന്ന് പറയുന്ന വനവാസി മേഖലയിൽപ്പെടുന്ന ഏകദേശം 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കുടി. ആ കുടിയിലെ പരമ്പരാഗതമായ പാത സ്വകാര്യ വ്യക്തി അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ 2 ദിവസത്തിന് ഇപ്പുറം തന്നെ അതൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ഒത്തിരി പരാതികളുമായി വില്ലേജ് ഓഫീസിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിലും എല്ലാം തന്നെ ചെന്നിരുന്നു ഈ ഒരു പാത അടച്ചതിന് ശേഷം. അപ്പോഴെല്ലാം അവിടുന്നെല്ലാം അവർക്കൊരു തിരസ്കരണമാണ് ഉണ്ടായത്. അതിനുശേഷം അവർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അടക്കം കാണുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു വിഷയം, അത് ജനകീയ വിഷയം, നമ്മൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതും. ഇതിന് പിന്നാലെ അതൊരു നടപടി വേഗത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് മറയൂരിൽ ട്രൈബൽ വകുപ്പും അതുപോലെ തന്നെ മറയൂർ ഗ്രാമപഞ്ചായത്തും വില്ലേജ് ഓഫീസറും സംയുക്തമായി യോഗം ചേരുകയും ഈ സ്വകാര്യ വ്യക്തി ഈ പരമ്പരാഗത പാത മണ്ണിട്ട് മൂടിയ സ്വകാര്യ വ്യക്തിയോട് രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇദ്ദേഹം രേഖകളൊന്നും തന്നെ ഹാജരാക്കിയിരുന്നില്ല. പ്രധാനമായും മറയൂർ മേഖലയിൽ, അല്ലെങ്കിൽ ഈ ഒരു മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ 7ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ ജോൺസൺ തന്റേതെന്ന് അവകാശപ്പെടുന്ന ആ ഒരു ഭൂമി 50/7 പെടുന്ന ഒരു ഭൂമിയാണ് സർവേ നമ്പർ. ആ ഭൂമി സർക്കാർ തരിശു ഭൂമി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ രേഖകൾ തന്റെ പക്കലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ജോൺസൺ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ഭൂമിയുടെ നടുക്കുകൂടി ഈ ഒരു പാത അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ടാണ് ജോൺസൺ ഈ പരമ്പരാഗത പാത അടച്ചത്. നിലവിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊന്നും തന്നെ ഈ ജോൺസന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പരമ്പരാഗത പാത തുറന്നു നൽകാൻ നിലവിൽ വില്ലേജ് ഓഫീസും അതുപോലെ തന്നെ മറയൂർ ഗ്രാമപഞ്ചായത്തും തീരുമാനിച്ചത്. വില്ലേജ് ഓഫീസിലൂടെ കൃത്യമായ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ജില്ലാ കളക്ടറിൽ നടക്കുമ്പോൾ സബ് കളക്ടറിൽ നിന്നെല്ലാം തന്നെ ചോദ്യങ്ങൾ വന്നതോടുകൂടി വളരെ വേഗത്തിൽ തന്നെ സർവേ നടപടികൾ പൂർത്തിയാക്കി ഇത് സർക്കാർ ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവർക്ക് ഒരു നീതി ലഭിച്ചിരിക്കുന്നു. കാരണം പതിറ്റാണ്ടുകളായി നിലവിൽ ഇപ്പോൾ അവിടെയുള്ള ഊരുമൂപ്പൻ ബാബു എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു പാതയാണ്. ഏകദേശം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാത. ആ പാത അത്തരത്തിൽ മണ്ണിട്ട് മൂടുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതായിരുന്നു. കൂടാതെ നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് വളരെ ദാരുണമായ ഒരു കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പ്രധാനമായും ഈ ഭൂമിയുടെ ഒരു സൈഡിൽ കൂടി ഏകദേശം 54 സ്റ്റെപ്പുകൾ ആണ് ഇവർക്ക് നിർമ്മിച്ചു നൽകിയത്. ഈ പാത അടച്ചതോടുകൂടി പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയത്. ഇവർക്ക് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പറഞ്ഞിരുന്നത് വാഹനം കയറി പോകുന്ന രീതിയിൽ ആ സൈഡിൽ കൂടി റോഡ് ഉണ്ടാക്കി തരാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഈ 54ഓളം സ്റ്റെപ്പുകൾ നിർമ്മിച്ച് ഒരു വലിയ ദുരിതം ഈ കുടിനിവാസികൾക്ക് പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്തത്. ഇതിൽ